പ്രാണിയുടെ ശല്യം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വണ്ടിക്ക് കയറി പെട്ടെന്ന് പോയേക്കാം. അത് സെറാമിക് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ രക്ഷിക്കാനായിട്ട് മൂന്നാമതൊരു വണ്ടി പ്രാഡോയും കൂടെ വന്നിട്ടുണ്ട്. എൻഡവർ സ്റ്റക്കായിട്ടുണ്ട്. FJ ക്രൂസറും സ്റ്റക്കായിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ മീറ്റർ, വൈപ്പർ, വിൻഡോ ഒരു സാധനം വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഇയാളെ സ്റ്റക്ക് ഇടിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് ഇരിക്കുന്നുണ്ട്. ആക്സിലേറ്റർ വർക്ക് ചെയ്യുന്നില്ല. സ്റ്റീറിങ്ങും ബ്രേക്കും അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. ഹായ്, ഐ ആം പ്രിൻറ്റോ. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കെയ്ൻസിൽ നിന്ന് എഡ്വിൻചാൻ്റെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത വീട്ടിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര ഭയങ്കര രസകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. നമ്മുടെ പ്രാഡോയ്ക്ക് ഇന്നലെ ചെറിയൊരു പണി കിട്ടി. പ്രാഡോയുടെ ആൾട്ടർനേറ്റർ പോയിട്ട് വണ്ടി ഇന്നലെ ഓഫായിപ്പോയി. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വരെ കൊണ്ടുവരാനായിട്ട് കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. വണ്ടി വേറൊരു ലിഥിയം അയൺ ബാറ്ററി വേറെ സെപ്പറേറ്റ് കൊടുത്ത് ഇത് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം വീഡിയോസ്. അപ്പോൾ നമ്മുടെ ചുറ്റുപാട് ഒന്ന് നോക്കി, എന്ത് രസമാണ്. ആ മലയുണ്ടായിരുന്ന ഫുള്ള് മഞ്ഞ് വന്ന് മൂടിപ്പോയിട്ടുണ്ട്. രാവിലെ ഒരു മഴയൊക്കെ ഉള്ള ചാൻസ് കാണുന്നുണ്ട്. മഴയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വയറ് പോയേക്കുന്നത് നമ്മുടെ ബാറ്ററി, രണ്ടാമത്തെ ബാറ്ററി നമ്മുടെ ക്യാബിൻ്റെ അകത്തായിരുന്നു കേട്ടോ നമ്മുടെ ബാറ്ററി കൊടുത്തിരുന്നത്. നമുക്കൊന്ന് രാവിലെ ഒന്ന് നടന്നിട്ട് വരാം. ഇവിടുന്ന് ഒരു 1.7 കിലോമീറ്ററാണ് നമ്മുടെ ലോണ്ട്രി കൊടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഒരു കുട എടുത്തിട്ടുണ്ട്. മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മഴ ചെറുതായിട്ട് തോളുന്നുണ്ട്. പരിസരങ്ങളൊക്കെ നോക്കി. അപ്പോൾ വീടിൻ്റെ മുറ്റത്തൊരു ബോട്ട് പാർക്ക് ചെയ്തേക്കുന്നു. എല്ലാ വീട്ടിലും നേരത്തെ ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ ഞാൻ പറയുന്നതാണ്, എല്ലാ വീട്ടിലും ഒരു SUV ഉണ്ട്. മിക്ക വീട്ടിലും തന്നെ ഒരു ബോട്ടും കാണുന്നുണ്ട്. നമ്മളൊരു റൗണ്ട് അബൌട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഒരു പാർക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മിക്ക സ്ഥലത്തൊരു പാർക്ക് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. ശ്രീനാഥേട്ടൻ തിരിച്ച് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്രഷായിട്ട് ഒന്നുകൂടെ നമുക്ക് ലോണ്ട്രി കളക്ട് ചെയ്യാനായിട്ട് പോകാം. മോർണിംഗ്. രാവിലെ നേരത്തെ നെറ്റ് അടുത്ത് നിങ്ങളൊക്കെ നല്ല ഉറപ്പമായിരിക്കും എന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നെറ്റ് അപ്പോൾ ഞാൻ കരുതുന്ന ആ സമയം വാഷ് ചെയ്തിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വെച്ചു. ആൾട്ടർനേറ്റർ ചേഞ്ച് ചെയ്യാൻ സമയം എന്തായാലും വേണ്ടി വരുമല്ലോ. അതുകൊണ്ട് എല്ലാം വാഷിംഗ് ഇട്ടിട്ടുണ്ട്. വാഷിംഗ് കഴിഞ്ഞു. ഡ്രൈവറിലുണ്ട്. അരമണിക്കൂർ കൊണ്ട് കിട്ടും. പോയി കഴിഞ്ഞാൽ കളക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഒരു 15 മിനിറ്റ് നോക്കുന്നുണ്ട്. അതെ, ഫ്രഷ്. എൻ്റെ സാധനങ്ങളെല്ലാം ഈ വണ്ടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ലോണ്ട്രി കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ കളറ് നോക്കി. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട് കേട്ടോ. രാവിലെ ഒരു ചെറിയ മഴ പെയ്തതിൻ്റെ ഒരു ശാന്തത ഇവിടെ കാണുന്നുണ്ട്. ഫുള്ളും മഞ്ഞൊക്കെ കാണുന്നുണ്ട്. ഒരു റേഞ്ചർ റാപ്റ്ററാണോ കാണുന്നത് നമ്മുടെ ഫ്രണ്ടിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ബോട്ട്, ക്യാരവാൻ എല്ലാം കഴുകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ലോണ്ട്രി ഒന്ന് പോയി കളക്ട് ചെയ്യട്ടെ കേട്ടോ. ഈ ഒരു ലോണ്ട്രി സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ഞാൻ ആദ്യം ചോദിച്ചത്. ഞാൻ കണ്ടിട്ടില്ല. തൊടുപുഴയിൽ എന്തായാലും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. പ്രാഡോ നേരെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള UPS ബാറ്ററി പാക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ പ്രാഡോയ്ക്കുള്ള സോഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഔട്ട്പുട്ട് വാട്ട്സ് കൊടുക്കുന്നത് 100 വാട്ട്സ് എബോവ് ആണ്. അത് 100 വാട്ട്സ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു ലൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഓട്ടത്തിൽ ഓഫായി പോകും. നമ്മുടെ വണ്ടിയുടെ മീറ്റർ, വൈപ്പർ, വിൻഡോ ഒരു സാധനം വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഇവിടുന്ന് 12 കിലോമീറ്റർ ആട്ടോ നമ്മൾ വർക്ക്ഷോപ്പിലേക്കുള്ളത്. അപ്പോൾ അവിടെയും ബിസിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ എമർജൻസി ആണെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് തിരികെ കയറ്റാൻ പോകുന്നത്. അവിടെ 2 എമർജൻസി അവർ ബുക്കിംഗ് എടുത്തും വെച്ചിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് നല്ല ട്രാഫിക്കായി വരുന്നുണ്ട്. നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ കാണിക്കുന്ന ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിയർ സ്റ്റക്ക് ഇടിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് ഇരിക്കുന്നുണ്ട്. ആക്സിലേറ്റർ വർക്ക് ചെയ്യുന്നില്ല. സ്റ്റീറിങ്ങും ബ്രേക്കും അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. ഫൈനലി നമ്മൾ സേഫായിട്ട് വർക്ക്ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാം ഓക്കെ അല്ലേ ചേട്ടാ? സോഫർ ഓക്കെടാ. നമ്മൾ വണ്ടി എടുത്തിട്ട് പോകുന്നു അടുത്തിട്ട്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താ വെച്ചെങ്കിൽ നമുക്ക് ഇന്നിവിടെ കുറച്ച് ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ്. നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് ഷീച്ചേട്ടൻ വന്നിട്ടുണ്ട്. പാലായിലാണ് നാട്ടിലെ സ്ഥലം. ഷീച്ചേട്ടാ, ലാൻഡ് ക്രൂസറിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. നല്ല സ്പേഷ്യസ് ആട്ടോ വണ്ടി. രണ്ടുപേരും തമ്മിൽ അത്യാവശ്യം നല്ല ദൂരത്തിലായിരിക്കുന്നത്.
രാവിലെ തന്നെ നല്ല തകർപ്പൻ മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാനിങ്, നമ്മുടെ ഇന്നത്തെ യാത്രകളൊക്കെ എന്താവും എന്നുള്ളതെന്ന് കണ്ടറിയണം കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഓഫ് റോഡ് ട്രിപ്പിലേക്ക് ഇറങ്ങി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും ഒരു കാര്യങ്ങളും നടക്കുകയില്ല. അപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ പറഞ്ഞ മാതിരി പോഡക്ലേസിലേക്കാണ് പോകുന്നത്. ബീച്ച് ഏരിയ, അവിടെ തേങ്ങ വറക്കാനായിട്ടുള്ള പരിപാടിയായിട്ട് പോകുന്നത്. FJ ക്രൂസറാണ് നമ്മൾ ഓടിക്കുന്നത് കേട്ടോ. അത്യാവശ്യം സ്ട്രെച്ച് ഓടിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ചക്ക വറയ്ക്കാനായിട്ട് വന്നതാണ്. ഈ പ്ലാവ് നിറച്ച് ചക്കയാണ് കേട്ടോ. ഇനി ഒരു ഓസ്ട്രേലിയത്തെ ഒരു ചക്ക മമ്മിക്ക് നാട്ടിൽ കൊടുക്കേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മമ്മി ഇത് കാണുമ്പോൾ ഒരു ചക്കയായിട്ട്, മമ്മി വരുന്ന ഓസ്ട്രേലിയയിൽ നിന്ന് എന്നാടെ കൊണ്ടുവന്നത് ഈ ചക്കയായിരിക്കും മമ്മിക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുക കേട്ടോ. ഇവിടുന്ന് ചക്ക കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും മമ്മിക്ക് കൊടുക്കാൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇടുക്കിയിലെ വഴികളിലൂടെ പോകുന്നൊരു ഫീലാണ് തോന്നുന്നത്. വണ്ടികൾ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്ന ഒരു ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ്. അടിപൊളി. ഇതൊരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലെ ഉണ്ടല്ലോ. ഹോളിവുഡ് സിനിമകളിലൊക്കെ പാട്ട് ആ ഒരു സീനൊക്കെ വരുന്ന പോലത്തെ ഒരു നല്ല രസമല്ലേ. അടിപൊളി. എൻ്റെ പൊന്നെ മതി. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വഴി നോക്കി, വഴി മാത്രമല്ല ചുറ്റുപാടുകൾ നോക്കി, എന്ത് രസമാണ് കാണാനെന്നുള്ളത്. റൂൾസൊക്കെ പാലിക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വണ്ടി ഓടിച്ച് പോകാനും പറ്റുന്നുണ്ട്. ഓണടി ശബ്ദങ്ങളൊന്നുമില്ല. മലയുടെ മുകളിലൊക്കെ മഞ്ഞൊക്കെ നോക്കി. ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡ് പണിയിൽ നമുക്ക് വൺ വേ ട്രാഫിക്കാണ്. അപ്പോൾ ഇവിടെ ആൾക്കാരൊന്നും നിന്നല്ല, പ്രോപ്പർ ട്രാഫിക് ലൈറ്റ് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹിൽ സ്റ്റേഷനും കടൽ തീരമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഗ്രാമപ്രദേശത്തിലെ പാടശേഖരങ്ങളുടെ നടുക്കോടെ പോകുന്ന ഒരു ഫീലിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചേട്ടനാണെങ്കിൽ നമ്മുടെ ആ ഒരു KP വർക്ക് ട്രിപ്പിൽ ഇൻസ്പയർഡ് ആയിട്ട് ടയറെല്ലാം മാറി. ടയർ മാറാറൊന്നും ആയില്ലായിരുന്നു, ആ ഒരു ആവേശത്തിൽ ടയറൊക്കെ മാറിയിട്ടുണ്ടോ. മക്കി തോംസൺ ഓൾ ടെറൈനാണ്, കണ്ടിന്യൂസ് MT ടയറായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നില്ലേ. അപ്പോൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചിട്ട് രസമാണ് കേട്ടോ. V6 പെട്രോള് അടിപൊളിയാണ് കേട്ടോ വണ്ടി. പൊളി സാധനം എന്നൊക്കെ പറയില്ലേ, പൊളിയാണിത്. നമ്മൾ വന്നിട്ടുള്ള പോർട്ട് ഡഗ്ലസിലാണ്. അപ്പോൾ ഇത് ഫ്രണ്ടിൽ കാണുന്ന ബീച്ചിൽ ഇറങ്ങുന്നതിന് മുമ്പ് വാണിംഗ് വെച്ചിട്ടുണ്ട്, ജെല്ലി ഫിഷിൻ്റെ വാണിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് എയ്ഡായിട്ട് ഇവിടെ വിനെഗർ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വിജനമായി കിടക്കുന്ന ഒരു ബീച്ചാണ് കേട്ടോ. നമ്മളിവിടെ വന്നിരിക്കുന്നത് തേങ്ങ വറക്കാനാണ്. ഇവിടെ ഇഷ്ടംപോലെ തെങ്ങുണ്ട്. അപ്പോൾ തെങ്ങയിൽ തേങ്ങ ചുമ്മാ ചാടി കിടക്കണം, ആരും പറിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടെ സ്ഥിരം മലയാളികളൊന്ന് തേങ്ങ പറിക്കൊണ്ട് പോകാറുണ്ട്. അപ്പോൾ നമ്മളും മലയാളി തേങ്ങ വറക്കാനായിട്ട് വന്നേക്കുവാണ്. നമ്മുടെ തെങ്ങ് കയറാനുള്ള മെഷീനാണ്. ചേട്ടൻ അതിലിപ്പോൾ കയറി കാണിക്കും കേട്ടോ. ഇവിടെ കാര്യമായിട്ട് തേങ്ങ വറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാനൊന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീച്ചിൻ്റെ സെറ്റപ്പ് പറയുകയാണെങ്കിൽ അങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ 4 കിലോമീറ്ററാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് 4 കിലോമീറ്റർ നടക്കാൻ പറ്റുന്ന അത്രയും ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം. നടക്കാൻ പോയപ്പോഴത്തേക്കും മഴ തുടങ്ങി കേട്ടോ. ഫുള്ള് നനയൊന്നും എനിക്ക് തോന്നുന്നുണ്ട്. എഡ്വിൻ ചേട്ടൻ നമ്മുടെ ടൂൾ ഉപയോഗിച്ച് കയറുന്നുണ്ട്. കൂളായിട്ട് ചവിട്ടി നടന്ന് കയറുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ പൊതിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ തേങ്ങ പൊതിച്ചിട്ടിട്ടുണ്ട്. 2 എണ്ണമാണ് കേട്ടോ തേങ്ങ പൊതിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തേങ്ങ പൊതിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ്. നാട്ടിലേക്കല്ല കേട്ടോ, ഇവിടെ ഉള്ള വീട്ടിലേക്ക്. ഒരെണ്ണം ഇട്ടത് നേരെ അടുത്ത തെങ്ങിൻ്റെ തലയിൽ കുടുങ്ങി പോയിട്ടുണ്ട്. ഇഷ്ടംപോലെ തേങ്ങയുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചു പോകുമ്പോൾ വണ്ടി നിറയെ തേങ്ങയായിട്ടായിരിക്കും പോവുക. നമ്മളിവിടെ മുതലുണ്ട് ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടലിലിറങ്ങാണ്ട് പേടിച്ചിരുന്നിട്ട് ഇതേ ഒരാൾ സ്റ്റാൻഡപ്പ് പാഡിൽ പോകുന്നുണ്ടോ. കാൽപ്രവൃക്ഷമായ തെങ്ങ് നിങ്ങൾക്ക് കാണണമെങ്കിൽ വരൂ ഗോൾഡ് കോസ്റ്റിൽ, വരൂ ക്വീൻസ്ലാൻഡിൽ. കെയ്ൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് 2-3 തെങ്ങ് കയറിയപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ തേങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അഡ്വഞ്ചറിൻ്റെ എക്യുപ്മെൻ്റ് പൊളിയാണ്. ഇവിടെ നമ്മൾ മലയാളീസ് ബീച്ചിൽ വന്നിട്ട് ഇവിടെ തേങ്ങയും കരിക്കും ചുവന്നുകൊണ്ട് പോകുന്നു. തൊട്ടപ്പുറത്തൊരു സായിപ്പ് കയാക്കും ചുവന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ നമ്മളിവിടെ തേങ്ങയൊക്കെ ഇട്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് 2 ജർമ്മനി എന്നുള്ള 2 ആൾക്കാർ വന്നിട്ടുണ്ട്. അവർക്കും കൂടെ നമ്മളൊരു കരിക്ക് ജർമ്മൻ ജിജോ ചേട്ടൻ്റെ കാറ് പോലെ. അപ്പോൾ അവർക്കും കൂടെ നമ്മളൊരു കരിക്ക് കൊടുത്തിട്ടുണ്ട്. ആ ജർമ്മൻ കാർ ഓടിക്കുന്നതും ജർമ്മൻ ആൾക്കാരും നമ്മുടെ സ്വന്തം
ബീച്ചിൻ്റെ അങ്ങ് ദൂരെ കുറേ ആൾക്കാർ സൈക്കിൾ ഓട്ടുന്നു, നടക്കുന്നു. അതിൻ്റെ കൂടെ കുറേ ബൈക്സിൽ കുറേ ടീംസുകൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ മത്സരിച്ച് തേങ്ങ പൊതിക്കുന്നു, മലയാളം പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ബോക്സുകളെല്ലാം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആഘോഷപൂർവ്വമായിട്ട് പോർട്ട് നെക്ലസിൽ വന്നിട്ടതേ തേങ്ങയും കരിക്കൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഇവിടുത്തെ ആൾക്കാർക്കൊന്നും കരിക്കൊന്നും അങ്ങനെ നമ്മുടെ നാട്ടിൽ കുടിക്കുന്ന പോലെ കുടിക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മളിപ്പോൾ അവിടെ വെട്ടുന്ന കണ്ടിട്ട് ആൾക്കാർ വന്നിട്ട് നമ്മുടെ നിന്ന് കരിക്ക് മേടിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കറക്റ്റ് സമയത്തിനാണ് ബീച്ചിൽ നിന്ന് കയറി പോകുന്നത്. നമ്മൾ ആവശ്യമുള്ള തേങ്ങയും പറഞ്ഞ് തിരിച്ച് കയറിയപ്പോഴത്തേക്കും നല്ല മഴ, പെരും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ വണ്ടിയുടെ റിവ്യൂവിൽ പറഞ്ഞിട്ടായിരുന്നു നല്ല വീതിയുള്ള വണ്ടിയാണ്. വൈപ്പർ ഉണ്ട് 3 എണ്ണം. അടുത്തൊരു ചെറിയൊരു ഓഫ് റോഡിങ് ട്രാക്കിലേക്ക്, ഒരു റിവർ ക്രോസിങ്ങിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കാണുന്ന ലാൻഡ്സ്കേപ്പ് നോക്കി എന്ത് രസമാണ്. ചെറിയ മഴ പെയ്യുന്നുണ്ട്, മലയുടെ മുകളിലൊക്കെ മഞ്ഞ് കാണാം, ട്രാഫിക് കൂടി വരുന്നു. അഡോൾഫിൻ ചേട്ടൻ നമ്മളെ ഒരു ഓഫ് റോഡ് ട്രാക്കിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് നല്ലൊരു മഴയാണ്, സന്ധ്യയായി തുടങ്ങി. നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. ആ കുറച്ച് സമയത്തിൽ നമ്മളൊരു ഓഫ് റോഡ് ട്രാക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ V6 ആണ്, പെട്രോൾ എഞ്ചിനാണ്, അഡോൾഫിൻ ചേട്ടൻ്റെ വണ്ടിയാണ്. അപ്പോൾ പുതിയ ടയർ ഇട്ടിട്ട് ഓടിച്ചില്ലല്ലോ, ആദ്യമായിട്ട്. അപ്പം ഇന്ന് നമ്മുടെ മൈക്കി തോംസൺ ടയർ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു MT ആയിട്ട് തോന്നുമെങ്കിലും ഓൾ ടെറൈൻ ടയറാണ്. നമ്മുടെ റേഞ്ചറിൽ കിടക്കുന്ന, റേഞ്ചറും പോട്ടെ, എവറസ്റ്റ് കിടക്കുന്ന സെയിം ടയർ തന്നെയാണ് കേട്ടോ. ഫ്രണ്ടിലൊരു റിവർ ക്രോസിങ് വന്നിട്ടുണ്ട്. പാലം സ്ട്രോങ് ആണെന്ന് തോന്നുന്നു കേട്ടോ. തൊട്ടടുത്തൊരു റെയിൽവേ ക്രോസിങ് ഇവിടെ ഉണ്ട്. നമ്മൾ നടക്കുന്ന പാലം, തൊട്ടടുത്തൊരു റെയിൽവേ. ഇവിടെ ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, അവർ കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. അവർ ഫുള്ള് സെറ്റായിട്ടുണ്ട്. എന്ത് രസമുള്ള ട്രാക്കുകളാണെന്ന് നോക്കിയേ. വാവ്, അടിപൊളി. നമ്മുടെ FJയുടെ സൗണ്ട് കേൾക്കാനൊരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ഒരു FJ ക്രൂസറിലെ ഒരു ഫാമിലി ഒന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സ്ലഷാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ FJ ക്രൂസറിൻ്റെ പുതിയ ടയർ കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. സെൻറ്റർ ഇടിച്ച് നിൽക്കുവാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ വണ്ടിയുടെ. ഒന്ന് റിവേഴ്സ് വെച്ച് നോക്കി. നമ്മുടെ റിക്കവറി വണ്ടി സ്റ്റിയറിംഗ് ഒന്ന് തിരിച്ചു നോക്കാം. സ്റ്റിയറിംഗ് വെയിറ്റ്. നമ്മുടെ FJ ക്രൂസർ ഒന്ന് അടിത്തട്ടി നിൽക്കുവാണ്. അപ്പോൾ നമുക്കൊന്ന് റിയറിലോട്ടൊന്ന് റിക്കവർ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ അടി ഇടിച്ച് നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ വിഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ തൊട്ടടുത്തൊരു മരം ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമായി. ചെറിയൊരു പണി കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ FJയുടെ വിഞ്ച് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ശ്രീനാരായണൻ എവറസ്റ്റുമായിട്ട് വരുന്നുണ്ട്, എവറസ്റ്റിൽ വിഞ്ച് വെച്ച് വലിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊരു ഫാമിലി ഇവിടെ ക്യാമ്പിങ്ങിൻ്റെ ഫുൾ മോഡിലായിട്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇവിടെ ഓക്കെയാണ്, ഫ്രണ്ട് ഓക്കെയാണ്. പോട്ടെ. എന്തോ അല്ല, കുഴിയില്ല, പൊക്കോളും. ഓക്കെയാണ്. പോട്ടെ.
നീ തിരിഞ്ഞു പോരട്ടെ. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് നല്ല സ്ലിപ്പറിയാണ് കേട്ടോ. വണ്ടി ചെറുതാ ഒന്ന് ഫ്രണ്ട് ആക്കാവോ? ഫ്രണ്ട് ഇറങ്ങാണ്ടോ? അപ്പോൾ നമ്മുടെ റിക്കവറി വണ്ടി ഇവിടെ താന്നിട്ടുണ്ട്. കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ട്രാക്കായിട്ട് തോന്നുമെങ്കിലും മഴയും കൂടെ പെയ്തേക്കണോണ്ട് ടയർ ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ള പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻഡവർ കയറുന്നില്ല, FJ ക്രൂസറും കയറുന്നില്ല, അതിൽ വെഞ്ച് ഈ സമയത്ത് വർക്കാകുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യം ഇതൊന്ന് വിഞ്ച് ചെയ്ത് കയറ്റണം. എന്നിട്ട് വേണം നമ്മുടെ FJ നമുക്ക് ഒന്നെങ്കിൽ ഫ്രണ്ടിലോട്ടോ അല്ലെങ്കിൽ ബാക്കിലോട്ടോ വിഞ്ച് ചെയ്ത് ബാക്കിലോട്ട് മാറ്റണം വണ്ടി. വിഞ്ച് ചെയ്തിട്ടും ഒരു അനക്കവും കാണുന്നില്ല കേട്ടോ രണ്ട് വണ്ടിയും. എൻഡവർ പയ്യെ മൂവായി വരുന്നുണ്ട്. ഇതിപ്പോൾ ആ വണ്ടി കയറാനാണോ നോക്കുന്നത്, ഈ വണ്ടി വലിക്കാനാണോ നോക്കുന്നത്? അപ്പോൾ FJ മൂവ് ആവുന്നുണ്ട്, എൻഡവർ മൂവ് ആവുന്നുണ്ട്. എൻഡവർ ഇപ്പോൾ കയറി മുകളിലെത്തി. എൻഡവറിന് ഇപ്പോൾ ഒരു ആങ്കർ പോയിൻറ്റും കൂടെ ആയിട്ടുണ്ട് ആ കുഴിയിലായതുകൊണ്ട്. FJ ക്രൂസർ അവിടെ നിന്ന് അനങ്ങുന്നുണ്ട്. ചേട്ടാ വെയിറ്റ്, ഞാൻ വിഞ്ചൊന്ന് വെയിറ്റ് ചേട്ടാ വെയിറ്റ് ഈ വിഞ്ചൊന്ന് അഴിക്കട്ടെ. സോറി, എൻഡവർ സ്റ്റക്ക് ആയിട്ടുണ്ട്, FJ ക്രൂസറും സ്റ്റക്ക് ആയിട്ടുണ്ട്. ചേട്ടാ സ്റ്റിയറിംഗ് ഒന്ന് അനക്കി ഇങ്ങോട്ട് കൊടുക്ക്. കുറച്ച് റൈറ്റ് പിടിക്കാവോ? കുറച്ച് റൈറ്റ്. പോരട്ടെ. ചെളിയിൽ കുളിക്കുകയാണ് വണ്ടിയും ക്യാമറമാനും, അതുപോലെ ചെളിയാണ് തെളിച്ചുകൊണ്ടിരിക്കുന്നത്. വലി ടോണിച്ചേട്ടാ വലി. ചേട്ടപ്പാ നല്ലൊരു വലിയൊരു കുഴിയിലേക്കാണ് കേട്ടോ നമ്മൾ, ഒരു വാരിക്കുഴി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കറക്റ്റ് വണ്ടിയുടെ വീതിയേ ഉള്ളൂ ആ കുഴിക്ക്. എല്ലാ വീലും സ്ലിപ്പാകുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ചെളിക്കകത്ത് പൊതഞ്ഞിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാക്ക് എടുത്ത് വീലിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്.
നമ്മുടെ ട്രാക്ക് ഇട്ടപ്പോഴത്തേക്കും വണ്ടി ഇതേ കൂളായിട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ട്രാക്കിൻ്റെ ഗുണം. ഇനി നമ്മൾ അടുത്ത അവിടുന്ന് എൻഡോർ വലിച്ച് കയറ്റണം. ഇനി ഇതിൻ്റെ അകത്ത് നമ്മുടെ ട്രാക്ക് കണ്ടുപിടിക്കണം. ഇതിൻ്റെ അകത്ത് താന്ന് ഒരു ട്രാക്ക് ഇങ്ങോട്ട് കണ്ടുകൊണ്ട് പിടിക്കണം. ആ ടയർ ഏതാണ്ട് ട്യൂബ് പോലെ ഇരിക്കുന്നു, മണ്ണേറിയിട്ട് ടയറിലൊന്നും കാര്യമില്ല. രണ്ട് വണ്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ടെനിച്ചേട്ടൻ നമ്മുടെ പ്രാഡോയായിട്ട് വരുന്നുണ്ട്. പ്രാഡോയുടെ മെക്കാനിക്കൽ ഇഷ്യൂ എല്ലാം കഴിഞ്ഞ് വണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ടെനിച്ചേട്ടാ പോരെ പോരെ പോരെ, ചെറിയ കുഴിയാ, കുഴപ്പമില്ല. പോരെ 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 പോരെ, പോട്ടെ 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 പോട്ടെ, ചെറിയ കുഴിയാ അത്. കുറച്ച് റൈറ്റ് ആയിക്കോ, ലെഫ്റ്റ് അല്ല റൈറ്റ് റൈറ്റ്, കുറച്ച് റൈറ്റ് ആയിക്കോ. റൈറ്റ് റൈറ്റ് റൈറ്റ്, ആ റൈറ്റ്, പോട്ടെ 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 പോട്ടെ, ടയർ നിലത്തെത്തി, പോട്ടെ. ഇനി റൈറ്റ് ഇങ്ങോട്ട് തിരിച്ചോ, അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോരെ. ഇനി അത് വന്നിട്ട് വേണം ഇവന്മാരെ രണ്ടുപേരും നമുക്ക് തിരിച്ച് കയറ്റാനായിട്ട്. കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ, പക്ഷേ അത്ര സിമ്പിളല്ല പരിപാടികൾ. അപ്പോൾ നമ്മളെ രക്ഷിക്കാനായിട്ട് മൂന്നാമതൊരു വണ്ടി പ്രാഡോയും കൂടെ വന്നിട്ടുണ്ട്. FJനെ രക്ഷിക്കാൻ എൻഡോർ വന്നു, എൻഡോറിനെ രക്ഷിക്കാൻ പ്രാഡോ വന്നു. ഇതൊക്കെ ഇതിലുള്ളൊരു രസങ്ങളല്ലേ. അയ്യോ, വണ്ടി ഫ്രണ്ട് വരാമോ? റെഡി റെഡി. ആ കൊടുക്കണമെങ്കിൽ പറയണേ. എടുക്കുന്നല്ലോ. അപ്പോൾ ഇത് കൂളായിട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ. ആ മതി മതി, ഒന്ന് നിർത്തി കേട്ടാ, കേബിളൊന്ന് അഴിച്ചുവിടാം. ടെനിച്ചേട്ടാ, അല്ല ഇത് കയ്യിൽ പിടിച്ചോ, അങ്ങോട്ടൊന്ന് വലിച്ചു പിടിച്ചാൽ വണ്ടി ഇനി പുറകോട്ട് വന്നോളൂ, വരുന്നുണ്ട്. നിൽക്കെ ഒന്ന് അഴിക്കട്ടെ. ആ ചേട്ടാ പുറകോട്ട് വരട്ടെ, പോട്ടെ. ചെറുതായിട്ട് തിരിച്ചു കൊടുക്കുക, വീൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ചെറുതായിട്ട് ഫുള്ളി ഫോമായി. പ്രഷർ താഴെയല്ല. വിഞ്ച് ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസിയായി. ചെളി മയമായിരുന്നു കേട്ടോ. FJയുടെ സൗണ്ട് കേൾക്കാൻ ഒരു ആക്ച്വലി അടിപൊളി സൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഓഫ് റോഡിങ്ങിൽ നിന്ന് വന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ക്രീക്ക് ഉണ്ട്, ഒരു അരുവി ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രാക്സൊക്കെ ഒന്ന് കഴുകാനായിട്ട് വന്നതാണ് കേട്ടോ. അത് ചെളിയിൽ ഫുള്ളത് മൂടിപ്പോയായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കാനായിട്ട് വന്നതാണ്. മുതലേ ഉണ്ടാവുമോ? മുതല അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ ക്രീക്ക് ക്രോസ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു, പക്ഷേ ഇവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ട്, നല്ല ഒഴുക്കാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇച്ചിരി റിസ്ക് ആയതുകൊണ്ട് തോന്നിയതുകൊണ്ട് നമ്മളത് ഇന്ന് ഒഴിവാക്കിയേക്കുവാണ്.
അപ്പോൾ നമ്മളെടുത്ത ട്രാക്കൊക്കെ തിരിച്ചു വെക്കുന്നു. നമ്മൾ തിരിച്ചു പോവുകയാണ്. സൺ സെറ്റ് ആയിട്ടുണ്ട്, മഴ അത്യാവശ്യം പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വഴിയൊക്കെ നല്ല സ്ലിപ്പറിയാണ്. ഇന്നത്തെ ഓഫ് റോഡിങ് ഇവിടെ തീരുവാണ്. കാരണം സൺലൈറ്റ് പോയി മഴ പെയ്യാൻ തുടങ്ങി. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വഴി ഭയങ്കര മോശമായി. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ പരിധി എടുത്തുവാണ്. അപ്പോൾ ഇതിൽ അടുത്ത ഓസ്ട്രേലിയൻ വിശേഷങ്ങളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. അപ്പോൾ നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് ബാക്കിലോട്ട് ബെൻഡായിട്ട് ടയറിൽ ഇടിക്കുന്നു. അപ്പോൾ വണ്ടിക്കകത്തൊരു വൈബ്രേഷൻ വരുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ സ്ട്രോങ് മസിൽമാന്മാരെല്ലാം കൂടെ വലിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാവരും വലിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല പ്രാണിയുടെ ശല്യം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വണ്ടിക്കകത്ത് കയറി പെട്ടെന്ന് പോയേക്കാം നമുക്ക്. വണ്ടി നല്ല സെറാമിക് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെളിക്കകത്തേക്ക് പൊതിഞ്ഞ് മൊത്തം ചെളിക്കുണ്ടായിട്ടുണ്ട്.